ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പോലീസുകാരെ തെരഞ്ഞെടുക്കുന്നവരാണ്. എന്നാൽ ചില പോലീസുകാരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും. ഈ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ എറണാകുളം സൗത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ രാത്രിയിൽ പതിവ് പെട്രോളിങ്ങിലായിരുന്നു. ആ സമയത്താണ് അവർക്കൊരു സന്ദേശം വരുന്നത്. ഒരാളൊഴിഞ്ഞ വീട്ടിൽ, ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വീട്ടിലകത്ത് വെളിച്ചം കാണുന്നു. അവിടെ ആൾ താമസം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ പോലീസുകാർ ആക്റ്റീവായി. അവർ അവിടെ ചെന്നപ്പോൾ വീടൊക്കെ അടഞ്ഞു കിടക്കുന്നു. അവർ മതിൽ ചാടി അകത്ത് കിടന്നു. അപ്പോൾ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. അടുക്കള വാതിലൂടെ അകത്ത് കയറിയപ്പോൾ ഒരു മനുഷ്യൻ സൂയിസൈഡ് ചെയ്യാനുള്ള ശ്രമം, തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കിടന്ന് പിടയുന്നതാണ് ഇവർ കാണുന്നത്. അപ്പോൾ തന്നെ അവർ വേണ്ട നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തെ ഇറക്കി ഇദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറഞ്ഞത്. അതിനെ മാറ്റുന്നൊരു ഫിലാഡൽഫിയ കോളർ എന്ന് പറയുന്ന സാധനമാണ്. കാര്യം കുറച്ച് ഈ കയറ് മുറുകി കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഈ കോളർ ഉണ്ടെങ്കിലേ അങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്ന അവസ്ഥയായി. അപ്പോൾ ഈ എറണാകുളം നഗരം മുഴുവൻ ഈ കോളർ അന്വേഷിച്ച് നടന്നു. ഒരു മെഡിക്കൽ സ്റ്റോറിലും അവർക്കത് കിട്ടിയില്ല. അവസാനം എറണാകുളം മെഡിക്കൽ ഹോസ്പിറ്റലിലെ PROയെ ബന്ധപ്പെട്ട് അവർ അവസാനം അത് ഒപ്പിച്ചെടുത്തിട്ട് അവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്. എറണാകുളം സൗത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിലെ ആ ഉദ്യോഗസ്ഥന്മാർക്ക് 24 ബിഗ് സല്യൂട്ട്. പ്രൈം ടൈം ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ എത്തൻ UA കേൽക്കർ ആവശ്യപ്പെട്ടു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹം കത്ത് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെയെങ്കിലും ഇത് നീട്ടിവെക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. ഈ അടുത്തിടെ നടന്ന സർവകക്ഷി യോഗത്തിൽ ഇതേ ആവശ്യം ഉയർന്നിരുന്നു. നടപടികൾക്ക് സാവകാശം വേണമെന്ന കത്തിൽ ആവശ്യമുണ്ട്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി തിരുവനന്തപുരം. ഏറ്റവും ലേറ്റസ്റ്റായി വന്ന ഒരു വാർത്തയാണല്ലോ, SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആദ്യത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇദ്ദേഹമാണ് എന്ന് തോന്നുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് മനീഷ്? പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള വിവരം നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം ചേർന്നതിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആവശ്യപ്പെട്ടത് SIR നടപ്പാക്കുന്നത് സംബന്ധിച്ച് വേണ്ട എന്ന് തീർത്തും പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിൽ ധൃതി പിടിച്ച് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ചില വിഷയങ്ങൾ, സാങ്കേതികമായ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. കാരണം കേരളത്തിൽ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ വാരമോ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് തലത്തിലൊക്കെ തന്നെ നിശ്ചയിക്കേണ്ട സംവരണം, ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷനെ സംബന്ധിച്ചുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടി ക്രമങ്ങളടക്കം ആരംഭിക്കുന്നതാണ്. 3 മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങി. ഇതിനിടയിലാണ് 4 മാസത്തോളമുള്ള നടപടിക്രമങ്ങളുള്ള പ്രക്രിയകളുള്ള SIRൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഇതിനിടയിൽ, അതായത് കേരളത്തിൽ അടുത്ത വർഷം മെയ് മാസം, ഏകദേശം ഇനി 7 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു 4 മാസം സമയം SIR നടപടിക്രമങ്ങൾ വേണം. ഇതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിയും വരെ നീട്ടിവെക്കണമെന്നുള്ള ആവശ്യമാണ് കേരളത്തിലെ രാഷ്ട്രീയമായും ഒപ്പം തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇങ്ങനൊരു ആവശ്യം, ഇങ്ങനൊരു കത്ത് നിലവിൽ കേന്ദ്രത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ 2002 കേരളത്തിൽ അവസാനമായി SIR അല്ലെങ്കിൽ ഒരു പരിഷ്കരണം നടത്തിയിട്ടുള്ളത്. അന്ന് 2 കോടി ഏകദേശം 25 ലക്ഷത്തോളമായിരുന്നു അന്ന് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് 2 കോടി 75 ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഒരു പ്രക്രിയയല്ല. കാരണം ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ID കാർഡുകളാണോ അതൊക്കെ തന്നെ പരിശോധിക്കുക, പിന്നീട് അത് സംബന്ധിച്ച് വിജ്ഞാപനം ആദ്യം പുറത്തിറക്കുക, അതിൻ്റെ കരട് വിജ്ഞാപനത്തിലെ പരാതികളും അതിൻ്റെ കോടതി വ്യവഹാരങ്ങളും ആദ്യം പരിഹരിക്കുക. അങ്ങനെ ആ പരാതികളും കോടതി വ്യവഹാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അത് പ്രാബല്യത്തിൽ വരുന്ന രീതിയിലുള്ള ഒരു അവസാന വിജ്ഞാപനം പുറത്തിറക്കുക. അങ്ങനെ അവസാന വിജ്ഞാപനം പുറത്തിറക്കാൻ തന്നെ 4-5 മാസം വേണം. അതിന് മാധ്യമപ്രവർത്തകർക്കും തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾക്ക് അടക്കം പരിശീലനം നൽകേണ്ടതുണ്ട്. ഇത്രയും അധികം പ്രോസസ്സുള്ള ഒരു കാര്യത്തിന് ഇത്രയും ധൃതി പിടിച്ച് നടപ്പിലാക്കണമോ എന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ അത് സംബന്ധിച്ച സങ്കീർണതകൾ ആണ് കേന്ദ്രത്തോട് പങ്കുവച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അടുത്ത വർഷം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ആസാമിലും ബംഗാളിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായി ചില സംസ്ഥാനങ്ങളിൽ ഇത്ര ധൃതി പിടിച്ച് നടപ്പാക്കുന്നതിൽ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഈ കേരളത്തിലടക്കം വലിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ സംബന്ധിച്ച് കള്ളവോട്ട് ചേർക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളും വിവാദങ്ങളും തുടരുന്ന ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ SIR വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി ഇത്തരത്തിൽ ധൃതി പിടിച്ചൊരു നിലപാട് വേണ്ട, അത് ബീഹാർ പോലെ വലിയ വിവാദ വിഷയമായേക്കാം. ബീഹാറിൽ 65 ലക്ഷത്തോളം ആളുകൾക്കാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ. പക്ഷേ കേരളത്തിൽ ഇത്രയും സാക്ഷരതയുള്ള, പ്രത്യേകിച്ച് ഈ സാക്ഷരതയുള്ള സംസ്ഥാനത്ത് അത്രയും അധികം ആളുകൾക്ക് ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം കേരളത്തിൽ അങ്ങനെ അനധികൃതമായി ഏതെങ്കിലും തരത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സാവകാശം തേടിയാണ് നിലവിൽ കേന്ദ്ര കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട കത്ത് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൈമാറിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ. എന്തായാലും SIR തൽക്കാലം നീട്ടിവെക്കണം, തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അത് നീട്ടിവെക്കണമെന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അബ്ദുൽ ഷുക്കൂർ പറയുന്നത് ഗുഡ് സർവീസ് എൻട്രി ആ പോലീസുകാർ കൊടുക്കണം, എറണാകുളം സൗത്ത് ടൗൺ പോലീസിലെ ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അവർക്ക് ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ തീർച്ചയായിട്ടും ന്യായമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. KPCC പുനഃസംഘടനാ പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കകം ഉണ്ടാകും. മറ്റന്നാൾ പാറ്റ്നയിൽ നടക്കുന്ന വിപുലീകൃത കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും മിക്കവാറും പ്രഖ്യാപനം ഉണ്ടാവുക. പുതിയ DCC പ്രസിഡന്റുമാരെയും പ്രഖ്യാപിക്കും. സംസ്ഥാനത്തുണ്ടാക്കിയ ധാരണയിൽ പാറ്റ്നയിൽ വെച്ച് അന്തിമ തീരുമാനമെടുക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയേ ശ്രീജിത്ത്. SKN നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി KPCCയുടെ പുനഃസംഘടന ഒരു ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. എന്നാൽ പലവിധ വിവാദങ്ങൾക്കിടയിൽപ്പെട്ട് പുനഃസംഘടന നീണ്ടുപോകുകയായിരുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരാഴ്ചയ്ക്കകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഉറപ്പ്. ഈ മാസം 24-ന്, അതായത് മറ്റന്നാൾ പറ്റ്നയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേരുകയാണ്. സാധാരണ പ്രവർത്തക സമിതി മാത്രമല്ല, വിപുലീകൃത പ്രവർത്തക സമിതിയാണ് പറ്റ്നയിൽ ചേരുന്നത്. ആ യോഗത്തിലേക്ക് സംസ്ഥാനത്തെ KPCC പ്രസിഡന്റും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരള നേതാക്കൾ അവിടെ വെച്ച് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കകം തന്നെ പ്രഖ്യാപനം നടത്താനുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 9 വൈസ് പ്രസിഡന്റുമാരെയാണ് പുതുതായി നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ അത് 5 ആണ്. 9 വൈസ് പ്രസിഡന്റുമാരെയാണ് പുതുതായി വരുന്ന പുനഃസംഘടനയിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 23-ൽ നിന്ന് 40 വർദ്ധിപ്പിക്കാനുള്ള ധാരണയും ഉണ്ടായിട്ടുണ്ട്. KPCC സെക്രട്ടറിമാരുടെ എണ്ണം 90 ആക്കണമെന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ട്രഷറർ ഏറെക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികയാണ് KPCC ട്രഷറർ തസ്തിക. ആ തസ്തികയിലേക്കുള്ള നിയമനവും ഈ പുനഃസംഘടനയ്ക്കൊപ്പം ഉണ്ടാകും. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലുള്ള അഴിച്ചുപണിയും ഇതോടൊപ്പം പ്രഖ്യാപിക്കാനാണ് ധാരണ. എന്തായാലും ഒരാഴ്ചയ്ക്കകം KPCC പുനഃസംഘടന സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. പറ്റ്നയിൽ അതുമായി ബന്ധപ്പെട്ട അന്തിമ ധാരണയാകും. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. നമ്മുടെ ശ്രീരാജ് കാലിക്കറ്റ് വയ്ക്കുന്നു, താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. ഈ ജനത്തിന് താല്പര്യമുള്ളതും ജനങ്ങളെ സേവിക്കാൻ കഴിയുന്നതുമായ എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലൊക്കെ താല്പര്യം കാണും. പക്ഷേ തൽക്കാലം കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് താങ്കളോട് വളരെ വിനയപൂർവ്വം പറയട്ടെ ശ്രീരാജ് എന്നെ തള്ളി രാഷ്ട്രീയത്തിലോട്ട് ഇറക്കരുത് കേട്ടോ. രാജ്യത്ത് അവശ്യ വസ്തുക്കൾക്കും മരുന്നിനും ചെറുവാഹനങ്ങൾക്കുമുള്ള വിലക്കുറവൊക്കെ പ്രാബല്യത്തിൽ വന്നു. നിങ്ങൾക്കറിയുന്ന പോലെ GSTയുടെ 2 സ്ലാബ് നിലവിൽ വന്ന ദിവസമാണെന്ന്. GSTയുടെ പുതിയ നിരക്ക് പരിഷ്കാരം നിലവിൽ വന്നതോടെ കുറേ അധികം സാധനങ്ങൾക്ക് വില കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ വ്യാപാരികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തുകയും ചെയ്തു. വിലക്കുറവ് ഇടത്തരക്കാർക്കും വനിതകൾക്കും വലിയ ആശ്വാസമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നവരാത്രി, ദീപാവലി ഉത്സവകാലത്ത് വിലക്കുറവിന്റെ ആശ്വാസത്തിൽ ജനം. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 400-ലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുക. സാധനങ്ങളുടെ പാക്കറ്റിൽ പഴയ വിലയാണെങ്കിലും പുതിയ GST അനുസരിച്ചായിരിക്കും ബിൽ. ഉപഭോക്താക്കൾ ഇക്കാര്യം ഉറപ്പുവരുത്തണം. വില കുറവ് ലഭ്യമാകുന്നുണ്ടോ എന്ന് GST വകുപ്പ് പരിശോധിക്കും. അരുണാചൽ പ്രദേശിൽ വ്യാപാരികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. വിലക്കുറവ് ഇടത്തരക്കാർക്കും വനിതകൾക്കും വലിയ ആശ്വാസമെന്ന് പ്രധാനമന്ത്രി. GST बचत उत्सव की फिर से एक बार बधाई दूंगा. नेक्स्ट जनरेशन GST रिफॉर्म का भी बहुत बड़ा फायदा उन्हें ही मिलने वाला है. आपको अब हर महीने घर के बजट में बहुत राहत मिलने वाली है. GST നിരക്ക് പരിഷ്കാരം നിലവിൽ വന്നതോടെ ഷോപ്പുകളിൽ ബില്ലിംഗിൽ മാറ്റം വരുത്തി. പരിഷ്കാരം ചില്ലറ വിൽപ്പനയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുമെന്ന് കച്ചവടക്കാർ.
ഈ സാധനങ്ങളെല്ലാം 18%, 28% ഉണ്ടായിരുന്ന സാധനങ്ങൾ വരെ ഉണ്ടായിരുന്നു. ബേക്കറി മറ്റേ ഐറ്റംസ് എല്ലാം അതെല്ലാം എല്ലാം 5% വരിക എന്ന് പറഞ്ഞാൽ സ്ലാഷ് ചെയ്ത് വരും എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് തീർച്ചയായിട്ടും പർച്ചേസിങ് കപ്പാസിറ്റി കൂടും. ഒരുപാട് നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. സിമന്റ് ഉൾപ്പെടെയുള്ളവർക്ക് വില കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്കും ആശ്വാസമാണ്. കാറുകൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ GST പ്രകാരം വില കൂടുക. 40% സിൻ ടാക്സാണ് ലഹരി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക. ന്യൂസ് ഡെസ്ക് 24. അതെ, ചന്ദ്രൻ ചെറിയ പറയുന്നു, ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങണ്ട, ഇപ്പം നല്ലൊരു പേരുണ്ട്. പേര് പിടിക്കാൻ വളരെ എളുപ്പം. ഈ നാട്ടിൽ പ്രത്യേകിച്ചും ഒരൊറ്റ പ്രവർത്തനം മതി, ആ പേരും കൊണ്ട് പോകും. പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതോടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയായി. ഈ മരുന്നുകൾക്കും അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾക്കും ചെറിയ കാറുകൾക്കൊക്കെ വില കുറയും എന്നറിഞ്ഞപ്പോൾ ആളുകൾക്ക് ആശ്വാസമായി. ചെറിയ കാറിനൊക്കെ വില കുറയുന്നത് 1 ലക്ഷം രൂപയൊക്കെ കുറയുന്നു എന്നുള്ള വാസ്തവമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആശങ്കയില്ല. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 8,000 കോടി രൂപ ഒരു വർഷം നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി സർക്കാർ കണക്കൂട്ടിയിരിക്കുന്നത്. മന്ത്രി KN ബാലഗോപാൽ ഇന്ന് മോർണിംഗ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് വേണ്ടത്ര പഠനം നടത്താതെയാണ് ഈ പരിഷ്കാരം നടപ്പാക്കിയത് എന്നാണ് KN ബാലഗോപാലിൻ്റെ വാക്കുകൾ. ഒരു ഉത്പന്നത്തിൽ ഈടാക്കുന്ന GSTയുടെ പകുതി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് 28% GST ഈടാക്കിയാൽ അതിൽ പകുതി 14% നികുതി സംസ്ഥാനത്തിന് ലഭിക്കും. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം മുൻപ് 28% വരെ ഈടാക്കിയിരുന്ന GST 18%, 5%, 0% കുറയും. സ്വാഭാവികമായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി കുറയും. കേന്ദ്രത്തിന് വിമർശനവുമായി 24നോട് KN ബാലഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ: കേന്ദ്ര ഗവൺമെന്റ് 50,000 60,000 എവിടെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ അംഗമാണ്. എവിടെ സ്റ്റഡി ചെയ്ത റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഏറ്റവും മിനിമം 2 ലക്ഷം കോടിയെങ്കിലും നഷ്ടം വരുമെന്നാണ് ചില പണ്ഡിതന്മാർ സാമ്പത്തിക രംഗത്ത് ഈ മേഖലയെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു പഠനവും ഇല്ലാതെ നമ്മുടെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് അനൗൺസ് ചെയ്തതുപോലെ അനൗൺസ്മെന്റാണ് വന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് നടപ്പാക്കുന്ന സംവിധാനമായി GST കൗൺസിൽ മാറിയെന്ന് മന്ത്രി P രാജീവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് എൻഡോഴ്സ് ചെയ്യുന്ന സംവിധാനമായിട്ട് GST കൗൺസിൽ മാറിയിരിക്കുന്നു. നികുതി എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം അത് നികത്തുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടത്തിയ പഠനത്തിൽ 7,803 കോടി രൂപയുടെ നഷ്ടമാണ് മുന്നിൽ കാണുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ 6 മാസം പിന്നിട്ടതിനാൽ ഇനി ഈ വർഷം 4,000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. ഈ വരുമാനം ഉൾപ്പെടെ കണക്കാക്കിയാണ് സർക്കാർ ബജറ്റ് തയ്യാറാക്കിയത്. ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയുമെന്നാണ് ആശങ്ക. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു സംഘപരിവാർ സംഘടനകൾ. ഇന്ന് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് തമിഴ്നാട് BJPയുടെ മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ രംഗത്ത് വന്നു. യുവതീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് K. അണ്ണാമലൈ ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ബദൽ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പമ്പയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞായിരുന്നു ശബരിമല സംരക്ഷണ സമിതിയുടെ ബദൽ സംഗമം. ഉദ്ഘാടന പ്രസംഗത്തിൽ തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ അണ്ണാമലൈ CPIM-നും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ആഞ്ഞടിച്ചു. ஒரு ஐயப்ப பக்தராக என்னுடைய கருத்தை இன்னைக்கு வைக்கின்றேன். கடைசியா திரு விஜயன் அவர்களுக்கும் கம்யூனிஸ்ட் ஆட்சி எங்களுடைய வேண்டுகோள், நீங்கள் புரிந்து கொள்ள வேண்டும், மனிதனுடைய சட்டங்கள் உங்களுடைய சட்டங்கள் ஐயப்பனுக்கு பொருந்தாது என்பதை எப்பொழுது புரிந்து கொள்ளுகின்றீர்களோ அன்னைக்கு உங்களுக்கு நல்ல புத்தி கிடைக்கும். 2018 സർക്കാർ അതിക്രമങ്ങൾ മറക്കാനാകില്ലെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി നാരായണവർമ്മ. ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളത് ഓർക്കും. അന്ന് ഈ പാപികൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഇവർക്ക് മോക്ഷം കിട്ടില്ല. ഇവരെ എത്ര കോടി അയ്യപ്പ എന്ന് വിളിച്ചാലും ഇവർക്ക് യാതൊരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. തേജസ്വി സൂര്യ, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. വീരമണിയുടെ പ്രസിദ്ധമായ ഗാനം മകൻ വീരമണിക്കണ്ണൻ ആലപിച്ചു. ശരണം വിളികളോടെ തുടങ്ങിയ ബദൽ സംഗമം CPM-നെയും സർക്കാരിനെയും കടന്നാക്രമിക്കുന്ന വേദിയായി മാറി. പമ്പയിലെ സംഗമത്തിന് മുകളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനായതും സംഘപരിവാർ സംഘടനകൾക്ക് നേട്ടമായി. പന്തളത്ത് നിന്ന് MG പ്രതീഷ്, 24.
പമ്പ തീരത്തെ ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി ഇന്നും രാഷ്ട്രീയ വാക്പോരുണ്ടായി. നടന്നത് BJP CPM ഐക്യ സംഗമമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. പമ്പയിൽ നടത്തിയത് AI സംഗമമാണെന്ന് BJP പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം CPIM ജനറൽ സെക്രട്ടറി MA ബേബി തള്ളി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സംഗമം വിജയമെന്ന് ദേവസ്വം ബോർഡും സർക്കാരും ആവർത്തിക്കുന്നു. അല്ല, ആഗോള അയ്യപ്പ സംഗമം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 4126 പേർ അവിടെ പങ്കെടുത്തു എന്നുള്ളത് യാതൊരു പ്രശ്നവുമില്ലാത്ത കാര്യമാണ്. കൃത്യമായ റെക്കോർഡുകൾ ഞങ്ങളിലുണ്ട്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നതിന് CPM മടിയില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം നരേന്ദ്രമോദിയേക്കാൾ അമിത്ഷായേക്കാൾ കൂടുതൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ജനങ്ങളെ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ സന്ദേശം വായിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ല. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ദേവസ്വം മന്ത്രി പുളകം കൊണ്ടെന്ന് BJP നേതാവ് V മുരളീധരന്റെ പരിഹാസം. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനിടെ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വ്യക്തിപരമെന്ന് MA ബേബി പ്രതികരിച്ചു. വെള്ളാപ്പള്ളി നടേശന പറഞ്ഞതിനെ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമായും അഭിപ്രായമായിട്ടും മാത്രമേ കാണേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് 24. ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചില്ല. തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴാകും സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുക. സ്വർണ്ണപ്പാളി വിവാദവും ചീറ്റിപ്പോയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24നോട് പറഞ്ഞു. കോടതി അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയത് വിവാദമായിരുന്നു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരിച്ചെത്തിയ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് സ്ഥാപിച്ചില്ല. തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴാകും സ്വർണ്ണപ്പാളി സ്ഥാപിക്കുക. അതുവരെ സ്വർണ്ണപ്പാളികൾ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും. അടുത്ത മാസം നട തുറക്കുമ്പോൾ ശ്രീകോവിലിന്റെ വാതിലിലും അറ്റകുറ്റപ്പണികൾ നടത്തും. ഹൈക്കോടതിയോട് കൂടി അനുമതി വാങ്ങിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. സ്വർണ്ണപ്പാളിക്ക് തൂക്കം കുറഞ്ഞത് വിചിത്രവാദമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി എന്ന് പറയുന്നത് പോലെ ആ വിവാദവും ചീറ്റിപ്പോയി. എന്തുപറ്റി? ഞങ്ങളുടെ SP അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. SP അവിടെ പോയി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. SP പറഞ്ഞത് കൃത്യമായ മാനുവൽ പ്രകാരമുള്ള സകല പ്രൊസീജിയറും പാലിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ വരുന്നത് എന്താ, 2019 എന്തോ ഒരു പ്രശ്നമാണ്, അത് പീഠം വന്നു, തൂക്കം കുറഞ്ഞു. ഇതൊക്കെ സത്യത്തിൽ വിചിത്രമായ വാദങ്ങളാണ്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതെന്നും PS പ്രശാന്ത് ആവർത്തിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ വൈകിയതിൽ മാത്രമാണ് വീഴ്ച സംഭവിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. 24 തിരുവനന്തപുരം. വീണ ജയൻ പറയുന്നു സാധനങ്ങൾക്ക് വില കുറഞ്ഞു. തീർച്ചയായിട്ടും വില കുറഞ്ഞു കാണും. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത്രയധികം വലിയ ടാക്സ് ഒഴിവായപ്പോൾ, GST നിരക്ക് ഒഴിവായപ്പോൾ സാധനങ്ങളുടെ വില കാര്യമായി കുറയും. അത് കുറച്ചില്ലെങ്കിൽ അത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് കമ്പനികളും അതുപോലെ വ്യാപാരികളും വില കുറയ്ക്കാതെ പഴയ MRPയിൽ കാര്യങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ വിലക്കുറവ് വാങ്ങിച്ചോളണം. തൃശൂർ പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ സർവീസ് റോഡിലെ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിക്കാത്തത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽക്കാലിക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം വ്യാഴാഴ്ച കേസ് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കർശന ഉപാധികളോടെ പാലിയേക്കരയിലെ ടോൾ വിലക്ക് നീക്കാമെന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. എന്നാൽ ഇന്നലെ മുരിങ്ങൂർ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമായി മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ എന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചത്. പ്രശ്നം പരിഹരിച്ച ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനും ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം ഈ VUPകളുടെ പണി നടത്താൻ. അതൊന്നുമില്ല. കുറച്ച് ബംഗാളികളെ വെച്ചിട്ട് ഇവർ ശാസ്ത്രീയമല്ലാതെയാണ് പണി നടത്തുന്നത്. ഇവർ തട്ടിക്കൂട്ട് പണി നടത്തി എങ്ങനെയെങ്കിലും ടോൾ പിരിക്കാം എന്നുള്ള ശ്രമമാണ്. അതാണ് കോടതി തടയിട്ടത്. 47 ദിവസമായി പാലിയേക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വാദം. എന്നാൽ മുരിങ്ങൂരിലെ മണ്ണിടിച്ചിൽ പ്രതിസന്ധിയായി. പുതിയ ടോൾ നിരക്ക് പ്രഖ്യാപിച്ചിട്ടും പിരിച്ചു തുടങ്ങാനാകാത്തത് ദേശീയപാത അതോറിറ്റിക്ക് കനത്ത തിരിച്ചടിയാണ്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കോടികൾ കുടിശ്ശികയായതോടെ നിലവിലെ കൊടുത്ത സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന വിതരണക്കാരുടെ മുന്നറിയിപ്പ്. എല്ലാ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്മാർക്കും ഇത് സംബന്ധിച്ച് അവർ കത്ത് നൽകിക്കഴിഞ്ഞു. ഒക്ടോബർ 5-ാം തീയതിക്ക് മുമ്പായി 2025
മാർച്ച് വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നാണ് അവരുടെ അടിയന്തര ആവശ്യം. ഈ മാസം 1-ാം തീയതി മുതൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ വിതരണം നിർത്തിവച്ചിരിക്കുന്നുവെന്ന വാർത്തയും കൂടി വരികയാണ്. ആകെ കൂടെ പൊല്ലാപ്പലായ അവസ്ഥ. സംസ്ഥാനത്ത് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധി കടുക്കുമ്പോഴാണ് സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പുമായി കരാർ കമ്പനിയുടെ കത്ത്. ശസ്ത്രക്രിയകൾ കൂടുതൽ നടക്കുന്ന പല ആശുപത്രികളിലും ഉപകരണ ക്ഷാമമുണ്ട്. ഉപകരണ വിതരണക്കാർക്കുള്ള കുടിശ്ശിക തീർക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപ അനുവദിച്ചെങ്കിലും വിതരണക്കാർക്ക് ലഭിച്ചിട്ടില്ല. 158 കോടിയാണ് കുടിശ്ശിക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 34 കോടിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 21 കോടിയും പരിയാരത്തെ 13 കോടിയും ഉൾപ്പെടെയാണ് കുടിശ്ശിക. നിലവിലുള്ള സ്റ്റോക്കുകൾ വെച്ചാണ് ആശുപത്രികൾ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഈ സ്റ്റോക്ക് കൂടി തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പാണ് ഉപകരണ വിതരണക്കാർ നൽകുന്നത്. മറ്റുപകരണ വിതരണക്കാരിൽ നിന്നും സാധനങ്ങൾ എത്തിച്ചാണ് താൽക്കാലിക പരിഹാരം കാണുന്നത്. ഒരു ദിവസം 15 മുതൽ 20 വരെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 5-ൽ താഴെ മാത്രം. പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും കുടിശ്ശിക നൽകി പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങാതിരിക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നടക്കം ഉപകരണങ്ങൾ എത്തിച്ചെങ്കിലും പരിഹാരമായില്ല. ഏതാനും ദിവസത്തേക്കുള്ള അനുബന്ധ ഉപകരണങ്ങൾ മാത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്റ്റോക്കുള്ളത്. ഇവ തീർന്നാൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അടക്കം മുടങ്ങും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. മുസ്ലിം ലീഗിന്റെ വയനാട് ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണം നിർത്തിവെക്കാൻ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം. പ്ലോട്ട് വിഭജനത്തിന് ചട്ടപ്രകാരം അനുമതി തേടാതെ വീടുകളുടെ നിർമ്മാണം തുടങ്ങിയെന്ന് കാണിച്ചാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ നടപടി. നിർമ്മാണം തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുകയും ചെയ്തു. തൃക്കൈപ്പറ്റ വെള്ളിത്തോടാണ് മുസ്ലിം ലീഗ് 2 സ്ഥലങ്ങളിലായി ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രദേശത്ത് 68 വീടുകളുടെ നിർമ്മാണത്തിന് ടൗൺ പ്ലാനറുടെ ലേഔട്ട് അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ പ്ലോട്ട് വിഭജനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാതെ നിർമ്മാണം തുടങ്ങിയത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നോട്ടീസ് അയച്ചത്. ഇതിന് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. ഇതിനുശേഷമാണ് നിർമ്മാണം നിർത്തിവെക്കാൻ വാക്കാൽ നിർദ്ദേശം നൽകിയത്. കെട്ടിടം നിർമ്മിക്കാൻ പെർമിറ്റ് ലഭിച്ച ശേഷമേ ഇനി നിർമ്മാണം തുടങ്ങാൻ കഴിയൂ. എന്നാൽ നിർമ്മാണം തടസ്സപ്പെടില്ലെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കുവെക്കുന്നത്. തടസ്സപ്പെടുത്തിയാലും അത് നിലനിൽക്കുകയില്ല. ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല വീട് എടുത്തു കൊടുക്കുന്നത്. 8000-ലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾക്കറിയാം. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, രേഖകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കകളൊന്നും വകയില്ല. അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കാൻ തന്നെ ചെയ്യും. പദ്ധതി പ്രദേശത്തെ തോട്ടഭൂമി തരം മാറ്റിയെന്ന് ലാൻഡ് റവന്യൂ ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെയാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം. 24 വയനാട്. തിരുവനന്തപുരം ബാലരാമപുരത്ത് താന്നിവിളയിൽ വീട് കയറി ആക്രമണം ഉണ്ടായി. സ്ത്രീകൾ മാത്രമുണ്ടായിരുന്ന വീട്ടിൽ കയറിയാണ് 5-അംഗ സംഘത്തിന്റെ ആക്രമണം. സ്ത്രീകളെ മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തുവെന്ന് ആരോപണമുയരുന്നു. അക്രമി സംഘത്തിലെ ഒരാൾക്ക് വെട്ടേൽക്കുകയും ചെയ്തു. മനീഷ് മൊഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, അപ്പോൾ ഇയാളെ വെട്ടിയതാരാണ്? SKN യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ്. അതായത് പുറത്തു നിന്ന് അജയൻ എന്ന ഒരു വ്യക്തിയും അജയന്റെ കൂടെയുള്ള 4 അംഗ സംഘവുമായിട്ടാണ് ഈ സ്ത്രീകൾ മാത്രമുള്ള MR ഭവനിൽ പത്മിനിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് പത്മിനിയും മകൾ ഗോപികയും ഗോപികയുടെ 1.5 വയസ്സുള്ള കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ അജയൻ അടക്കമുള്ള സംഘം ഈ വീട്ടിലേക്ക് എത്തിയത് പത്മിനിയുടെ മൂത്ത മകനായ പ്രശാന്തിനെ തേടിയായിരുന്നു. പ്രശാന്തിനെ ആക്രമിക്കാൻ എത്തിയതായിരുന്നു. പക്ഷേ പ്രശാന്ത് ആ സമയത്ത് വീട്ടിലില്ല എന്ന് സംഘം മനസ്സിലാക്കിയതോടെ വീടിൻ്റെ ജനൽ ചില്ലുകൾ ആകെ അടിച്ചു തകർത്തു. ഈ സംഘത്തിൻ്റെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ് ഓടിയെത്തിയ പ്രശാന്ത് തിരിച്ച് ഈ ആക്രമിക്കാനെത്തിയ അജയൻ്റെ കയ്യിൽ നിന്നും വാള് തിരിച്ചു വാങ്ങി അജയനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രശാന്തിനും അജയനും ഒപ്പം തന്നെ ഇത് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അയൽ വീട്ടിലുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തിയും ഈ വീട്ടിലേക്ക് ഓടിയെത്തി. അങ്ങനെ അരുണിന് വെട്ടേറ്റു. അങ്ങനെ ആകെ 3 പേർക്കാണ് വെട്ടേറ്റത്. ഒന്ന് ഈ പത്മിനിയുടെ മകൻ പ്രശാന്തിന്, മറ്റൊന്ന് ഈ ആക്രമിക്കാനെത്തിയ അജയന് സ്വന്തം ആയുധത്തിൽ നിന്ന് തന്നെ വെട്ടേറ്റു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അയൽവാസിയായ അരുണിന്. അങ്ങനെ 3 പേർക്ക് വെട്ടേറ്റു. ഇതിൽ അജയന്റെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നരുവാമൂട് പോലീസ് നിലവിൽ ഇതിൽ വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുണ്ട്. 2 കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രശാന്തിന്റെ ഈ ഒരു ശ്രമം സ്വയരക്ഷാർത്ഥം
താൻ വെട്ടിയതാണെന്നാണ് പ്രശാന്ത് പോലീസിനോട് നരുവാമൂട് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ അജയനും മറ്റ് നാല് പേരടങ്ങുന്ന സംഘം മദ്യപിച്ചായിരുന്നു പ്രശാന്തിനെ തേടി പത്മിനിയുടെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ ആ സമയത്ത് ഈ പ്രശാന്ത് ഇല്ലാത്തതിനെ തുടർന്ന് വീടാകെ അടിച്ചു തകർക്കുകയും ഈ പ്രശാന്തിൻ്റെ അമ്മ പത്മിനിയെയും ഒപ്പം തന്നെ ഈ അവരുടെ സഹോദരി ഗോപികയും ഒക്കെ തന്നെ ആക്രമിച്ച് അവരുടെ വസ്ത്രങ്ങളടക്കം വലിച്ചു കീറിയെന്നാണ് പത്മിനിയും നിലവിൽ ഗോപികയും നരുവാമൂട് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും രണ്ട് കൂട്ടർക്കെതിരെയും ഈ നരുവാമൂട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അജയന്റെ നില അതീവ ഗുരുതരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഓക്കെ, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഒരു ഭീഷണി വന്നിരിക്കുന്നു. ഹമാസിനെ ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലിന് വെല്ലുവിളിയാകുന്ന ഇറാന്റെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ടും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രയേലിന് സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത്. ഇനി ഒരു ഇന്റർനാഷണൽ ന്യൂസിലേക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ന്യൂയോർക്കിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. അതേസമയം H-1B വിസ വിഷയത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഡോക്ടർ ജയശങ്കർ ചർച്ച തുടങ്ങി. UN ആസ്ഥാനത്ത് നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഇതൊരു നല്ല നിമിഷമാണ്. ഒരു മലയാളം ടെലിവിഷൻ ചാനലിൻ്റെ പ്രതിനിധി UN ആസ്ഥാനത്ത് നിന്ന് തത്സമയം പ്രക്ഷേപിക്കുന്നു വിത്ത് അനുമതിയോടെ. പറയൂ. SKN എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് മംഗോളിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിനിധികളാണ്. അവരുടെ പത്രാസ് ഒന്ന് നോക്കിക്കോ. കാര്യം ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടായിരിക്കും. എൻ്റെ വലതുവശത്ത് നമുക്ക് മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണാം. അവിടെ സമാധാനത്തിലേക്ക് കുറുക്കുവഴികളില്ല എന്നുള്ള ഒരു മഹാത്മാഗാന്ധിയുടെ ചില വചനങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. SKN ഈ 80ാം ജനറൽ അസംബ്ലി തുടങ്ങുമ്പോൾ അതിന്റെ മുദ്രാവാക്യം തന്നെ സമാധാനം, വികസനം, മനുഷ്യാവകാശത്തിന്റെ 80 വർഷങ്ങളെന്നാണ്. ഇവിടെ ആദ്യം തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ജനറൽ അസംബ്ലിയിൽ വരുന്ന പ്രമേയം പാലസ്തീൻ 2 സ്റ്റേറ്റ് ആകണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമാണ്. ഗസയിലും അതുപോലെ യുക്രൈനിലും 2 വലിയ യുദ്ധങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്ര സഭയിലേക്ക് ലോക നേതാക്കൾ വരും മണിക്കൂറുകളിൽ എത്തുന്നത്. നിരവധി നേതാക്കൾ എത്തിക്കഴിഞ്ഞു. നാളെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇത്രയും കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തിന്റെ നടുവിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളോട് എന്തായിരിക്കും അഭിസംബോധന ചെയ്യുന്നതിന്റെ ആകാംക്ഷയിലാണ് മാധ്യമപ്രവർത്തകർ. ബെഞ്ചമിൻ നെതന്യാഹുവും സെലൻസ്കിയും റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും അതുപോലെ സിറിയൻ പ്രസിഡന്റും വളരെ കാലത്തിന് ശേഷം ഈ UN ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഒരു വശത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്ന് പറയുമ്പോൾ ട്രംപ് ക്യാബിനറ്റിന്റെ ഒന്നാമനാണ്. അദ്ദേഹവുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിപ്ലോമാറ്റാണ് ജയശങ്കറും. സൗമ്യശീലനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക മഞ്ഞ് ഉരുകുന്ന നിമിഷങ്ങൾ നമുക്ക് തൊട്ടടുത്ത ഈ കെട്ടിടത്തിൽ ഇവർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കാം. കാര്യം പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഈ താരിഫ് ചർച്ചകളും ഇതിനോടനുബന്ധിച്ച് നടക്കും. SKN ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെല്ലാം അവരുടെ സഖ്യകക്ഷികളും മറ്റു നേതാക്കളുമായിട്ടുള്ള ഈ അസംബ്ലിയുമായി ചേർന്നുകൊണ്ട് തന്നെ മറ്റുള്ള ഉഭയകക്ഷി ചർച്ചകളും നടക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു ആഴ്ചയായിട്ട് മാറുകയാണ് SKN. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേർന്ന്. UN ആസ്ഥാനത്ത് നിന്നാണ് മധു തത്സമയ വിവരങ്ങൾ നൽകിയത്. ആരിഫ് ഹാഷ്മി പറയുന്നു, വിശപ്പിൻ്റെ കുളിർ തോളിലേറ്റി ദാഹത്തിൻ്റെ ചൂട് നെഞ്ചിലേറ്റി കരയുന്ന ദശലക്ഷം മുഖങ്ങൾ. ഓരോ അരിമണിയിലും ഒരു ജീവൻ്റെ നിലവിളി, ഓരോ കണ്ണീരിലും ഒരു സത്യത്തിൻ്റെ പ്രകാശം. ഇനിയും മൗനം തുടരേണ്ടതുണ്ടോ? ഗസയുടെ കാര്യത്തിലാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജഹാൻ ഷാജി പറയുന്നു, അടുത്തുള്ള പലചരക്കടയിൽ പോയി GST നികുതി ഇളവ് പ്രകാരം വിലക്കുറവുണ്ടോ എന്ന് ചോദിക്കൂ, നമുക്കപ്പോൾ അറിയാലോ വിലക്കുറവുണ്ടോ എന്ന്. BJP വെട്ടിലാക്കി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. നമ്മുടെ ആളുകളെ സഹായിച്ചെന്നും വായ്പ എടുത്തവർ പണം തിരിച്ചടച്ചില്ലെന്നും ഈ കുറിപ്പിലുണ്ട്. CPIഎമ്മിൻ്റെ രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വേട്ട ഉണ്ടായത് സ്വന്തം പാർട്ടിയിൽ നിന്നെന്ന് BJPയെ CPM വിമർശിച്ചു. ആത്മഹത്യക്ക് കാരണം ബാങ്കിലെ പ്രതിസന്ധിയെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തിരുമല അനിലിന്റെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. നമുക്ക് തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കിയത് പ്രതിസന്ധിയായി. നമ്മുടെ ആൾക്കാർ എന്നത് BJP ആണെന്ന് CPIM. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ 2 ഭാഗത്താണ് BJP മറുപടി പറയേണ്ടത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. ആരാണ് ഈ നമ്മുടെ ആൾക്കാർ?
BJPയുടെ ആരെല്ലാമാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്? നമ്മുടെ ആൾക്കാർ എന്നത് വായ്പയെടുത്ത ആളുകളെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് BJP നേതാവ് വി മുരളീധരന്റെ വിശദീകരണം. CPIM രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPIM പോലീസ് ഗൂഢാലോചന എന്നാരോപിച്ച് BJP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് തിരുമല അനിൽ ഔദ്യോഗികമായി BJPയെ സമീപിച്ചിട്ടില്ലെന്നും അതിനാൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. മിനി ബാബു പറയുന്നത് കമന്റ് ബോക്സിൽ ചില ആൾക്കാരുടെ പേരിൽ അപരന്മാർ വന്ന് വൃത്തികെട്ട കമൻ്റൊക്കെ ഇടുന്നു എന്ന് മിനി ബാബു പറഞ്ഞ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദയവേദി നിങ്ങളിത് അവസാനിപ്പിക്കണം. ഒരു ഫാമിലി പോലെ ഒരു കുടുംബാന്തരീക്ഷം നിലനിൽക്കുന്ന ഈ കമന്റ് ബോക്സിൽ മാലിന്യം ഒഴുക്കരുത്. കോഴിക്കോട് ഹേമചന്ദ്രൻ കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തിരോധാന കേസ് കൊലപാതകം എന്ന് തെളിയിച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 6 പേരെ പ്രതികളാക്കിയാണ് ഇപ്പോഴുള്ള കുറ്റപത്രം. ഫസ്റ്റ് ഓൺ 24 വാർത്തയുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ്. ദീപക്, താങ്കൾക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. താങ്ക് യു എസ് കെ എൻ. ഒരുപക്ഷെ കേരളത്തിൽ പോലീസിനെതിരെ, പോലീസ് അതിക്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ ഉള്ള സമയത്താണ് ഒരു മാൻ മിസ്സിംഗ് കേസ്, അതൊരു ദാരുണമായ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണ് എന്ന് കേരള പോലീസ് തെളിയിച്ച് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കേസ് ഒരു വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2024 മാർച്ച് മാസം, ആ മാർച്ച് മാസത്തിൽ ഈ ഹേമചന്ദ്രനെ കാണാതാകുന്നു. ഹേമചന്ദ്രൻ വീട്ടിൽ നിന്നും ഒരു പെൺ സുഹൃത്ത് വിളിച്ച് ഇതിൻ്റെ പേരിൽ പുറത്തേക്കിറങ്ങുന്നു, അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷേ ഇതൊന്നും അറിയുന്നില്ല കുടുംബം ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രം, കാണാതായി എന്ന് മാത്രം ഒരു പരാതി നൽകുന്നു മെഡിക്കൽ കോളേജ് പോലീസിൽ. പക്ഷേ അന്നത്തെ IP ജിജീഷ് ഈ ഫയലുകൾ പരിശോധിക്കുമ്പോൾ അതിൽ പൊരുത്തക്കേടുകൾ കാണുന്നു. പിന്നീട് അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ആ അന്വേഷണമാണ് ഒരു ദാരുണമായ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണ്. ഹേമചന്ദ്രനെ ഈ വയനാട്ടിലേക്ക് കൊണ്ടുപോയി നിഷ്ഠുരം ആക്രമിച്ചു. അതിനുശേഷം കാട്ടിൽ മണ്ണിൽ, അതായത് കാട്ടാനകളും വന്യമൃഗങ്ങളും വരുന്ന സാധാരണഗതിയിൽ മനുഷ്യ സഞ്ചാരം ഇല്ലാത്ത ഒരിടത്തേക്ക് കെട്ടിത്താട്ടി കൊലപ്പെടുത്തി എന്നുള്ളത് ഈ പോലീസ് കണ്ടെത്തിയത്. ഇതിലെ പ്രതികളിലേക്ക് പരിശോധിച്ചാൽ നൌഷാദ്, അജീഷ്, ജ്യോതിഷ്, വൈശാഖ്, മെൽബിൻ, ഷീബ, ഇത്രയും പേരാണ് ഇതിൽ പ്രതികൾ. അതായത് ഈ കൊലക്കുറ്റം 302 വകുപ്പ് IPC ആണ്. BNS നിലവിൽ വരുന്നതിന് മുമ്പാണ് ഈ ക്രൈം നടന്നത് എന്നതുകൊണ്ടാണ് IPC ഇന്ത്യൻ ശിക്ഷാ നിയമം ബാധകമാകുന്നത്. IPCയിലെ 302 കൊലപാതക കുറ്റം ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഈ ദാരുണമായ ആസൂത്രിതമായ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പ്രതിയാകുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ കോഴിക്കോട് സിറ്റി പോലീസിന് കയ്യടി നൽകേണ്ട, ബിഗ് സല്യൂട്ട് നൽകേണ്ട ഒരു കേസ് തന്നെയാണ്. നിരവധി മാൻ മിസ്സിംഗ് കേസുകളിൽ ഒന്നായ ഹേമചന്ദ്രന്റെ മാൻ മിസ്സിംഗ് കേസ് ഒരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ് തെളിയിച്ച് വളരെ വേഗം തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞത്. SKN. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. മധു കൊട്ടാരക്കർ, ന്യൂയോർക്ക് നമ്മുടെ ഈ UN ആസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തതിൽ അർജു ചോദിക്കുന്നു, ഈ മധുസാറിന് അകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും അകത്ത് കയറാനുള്ള അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അലാസ്കയും അദ്ദേഹം പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളില്ലേ, നിങ്ങൾക്ക് അകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്താൽ ഏതോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ തോന്നൂ. എന്തായാലും ഇതിനൊക്കെയുള്ള അനുമതിയും ലൈസൻസും ഒക്കെ മധു കൊട്ടാരക്കരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. രാജസ്ഥാനിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ ആക്രമണമുണ്ടായി. മലയാളി പാസ്റ്റർക്കും വിശ്വാസികൾക്കും മർദ്ദനമേറ്റു. ആക്രമണത്തിൽ ബജറംഗ് ദൾ പ്രവർത്തകരെന്ന് പാസ്റ്റർ ബോവാസ് ഡാനിയൽ പറഞ്ഞു. വടികൊണ്ട് മർദ്ദിച്ചെന്നും മുഖത്തടിച്ചെന്നും മർദ്ദനമേറ്റ 24-നോട് പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയ്പൂരിലെ പ്രതാപ് നഗറിലെ AG ചർച്ചിന് നേരെയാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത്. പ്രാർത്ഥന ശുശ്രൂഷയ്ക്കിടെയായിരുന്നു ആക്രമണം. മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന് മർദ്ദനമേറ്റു. പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണി ഉൾപ്പെടെ ആക്രമണത്തിനിരയായി. മർദ്ദനത്തിൽ മുഖത്തും കണ്ണിലും പരിക്കേറ്റു.
പ്രാർത്ഥനയ്ക്കെത്തിയവരുടെ മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തിയ ശേഷമാണ് മർദ്ദനമുണ്ടായതെന്നാണ് ആരോപണം. ആക്രമണത്തിനു പിന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരെന്ന് പാസ്റ്റർ ബോവാസ് ഡാനിയേൽ ആരോപിച്ചു. പാസ്റ്റർ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. വിനീത വിജി, 24, ഡൽഹി. CPM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു. നാളെ ഹാജരാകാനാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. കേസിൽ ഒരാളെ കൂടി പ്രതിയേർത്തിട്ടുണ്ട്. കേസിൽ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റജിക്കെതിരെയും പരാതി ലഭിച്ചു. പേര് പരാമർശിച്ച് അപവാദ പ്രചാരണം നടത്തിയെന്ന് കാണിച്ച് മുനമ്പം DYSPക്കാണ് പരാതി കൊടുത്തത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ആൻമരിയ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. ഉച്ചയോടുകൂടിയാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. കേസിൽ 1-ാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. ആദ്യഘട്ടത്തിൽ ഈ പരാതി വന്ന സമയത്ത് തന്നെ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയതാണ്. എന്തായാലും നാളെ 10 മണിക്ക് മുനമ്പം DYSP ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി മുനമ്പം DYSPക്ക് നൽകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റജിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: പേര് പരാമർശിച്ച് അപവാദ പ്രചാരണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഒരു ഓൺലൈൻ ചാനലിന് ഇവർ ഇതിനു മുൻപ് ഈ കോൺഗ്രസ് നേതാവ് ഒരു ഇന്റർവ്യൂ നൽകുന്നു. അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് കാര്യങ്ങളും ഇങ്ങനെയാണ്: ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പലതവണയായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, സ്ഥിരീകരിക്കുന്നതാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ ഓൺലൈൻ ചാനൽ നൽകിയിരിക്കുന്ന ഈ ഇന്റർവ്യൂ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇതിനകത്ത് 3-മതൊരാളെ കൂടി പോലീസ് പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യൂട്യൂബറെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കൊണ്ടോട്ടി അബു എന്ന് വിളിക്കപ്പെടുന്ന അങ്ങനെ ഒരു പ്രൊഫൈലുള്ള യാസിർ എന്ന് പറയുന്ന ആളെയാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലും പോലീസിന്റെ മലപ്പുറത്തുള്ള വീട്ടിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മറ്റൊരാള് കുറിച്ചുള്ള 2-ാം പ്രതിയെക്കുറിച്ചുള്ള നോട്ടീസ് നൽകുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം വരികയാണ്. പോലീസ് അതിനകത്തും കൃത്യമായി പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായെങ്കിൽ, ഇതൊരു സൈബർ കേസ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് എന്ന കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ആ വിവരങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് അറസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകും. ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ യാസ്റിനും അതോടൊപ്പം തന്നെ 1-ാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണനും പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ കേസിൽ മുൻപോട്ട് വരുന്നതും ചെയ്യുന്നതും. താങ്ക് യു ആൻമരിയ സണ്ണി. ഡി രാജ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ CPI പാർട്ടി കോൺഗ്രസിൽ കരട് രേഖകളുടെ അവതരണം പൂർത്തിയായി. പലസ്തീൻ ക്യൂബ ഐക്യദാർഢ്യ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് പാസാക്കി. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടത് ഐക്യം കെട്ടിപ്പടുക്കണമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. പ്രായപരിധി കർശനമാക്കണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് ദേശീയ സെക്രട്ടറി അമർജിത് കൗർ 24-നോട്. പതാക ഉയർത്തലും ഉദ്ഘാടന സമ്മേളനവും പൂർത്തിയാക്കി പാർട്ടി കോൺഗ്രസ് ഔപചാരിക നടപടികളിലേക്ക് കടന്നു. രാഷ്ട്രീയ പ്രമേയം, സംഘടനാ റിപ്പോർട്ട്, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് എന്നിവയുടെ കരട് അവതരണം പൂർത്തിയായി. ചർച്ചകൾ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കടുത്ത വിമർശനങ്ങൾ ചർച്ചകളിൽ ഉയരുമെന്നാണ് സൂചന. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണോ എന്ന കാര്യത്തിൽ അനൗപചാരിക ചർച്ചകളും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് അമർജിത് കൗർ. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടതൈക്യം കെട്ടിപ്പടുക്കണമെന്ന് MA ബേബി അടക്കം മറ്റ് ഇടതു പാർട്ടി ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ ഡി രാജ. We need political unity based on clear principles. We need secularism, democracy, social justice and people's welfare at the core. This is where the left a decisive role. ഇന്ന് ചേർന്ന പലസ്തീൻ ക്യൂബ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേസ്, ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അഗുലേര എന്നിവർ പങ്കെടുത്തു.
ഇരു രാജ്യങ്ങളെയും പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠമായി പാസാക്കി. കരട് റിപ്പോർട്ടുകളുടെ അവതരണത്തിന് ശേഷം ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസ്. പ്രായപരിധി കർശനമായി പാലിക്കുമോ, ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നീ കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ അരുൺരാജ് കൊല്ലത്തുനിന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഓച്ചിറയിൽ KSRTC ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. നെടുങ്കണ്ടം ഡിപ്പോയിലെ ഡ്രൈവർ എറണാകുളം സ്വദേശിയായ ഷൈൻ മോഹനാണ് മർദ്ദനമേറ്റത്. കൊല്ലം നെടുങ്കണ്ടം റൂട്ടിലാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ഓട്ടോ ഇടത് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തപ്പോൾ ബസ് തട്ടി. ഇതാണ് ഈ ആക്രമണത്തിന് കാരണം. ചെകിടത്ത് അടിക്കുകയും ലിവർ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു. ഡ്രൈവറുടെ വയറിലും കൈകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കാൽവിരലിൻ്റെ നഖം ഇളകിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യമാണ്. ഈ കൊല്ലത്ത് നടന്ന, ചോച്ചിറയിൽ നടന്ന അക്രമത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഭീകരമായിട്ട് ഡ്രൈവറെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അരുൺരാജ് അല്പസമയത്തിനകം നമുക്കിപ്പം ചേരും, കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്യും. അതിന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ ചില്ലിക്കൊമ്പൻ ഇറങ്ങി. വില്ലേജ് ഓഫീസിനോട് ചേർന്നും തൊഴിലാളികളുടെ പാടിക്കരികിലുമാണ് ആന എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ കാട് കയറ്റിയിട്ടുണ്ട്. ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം. ചില്ലിക്കൊമ്പനാണ് നിൽക്കുന്നത്. ചില്ലിക്കൊമ്പൻ പോയാ? ഇവിടെ എവിടെയും നിൽപ്പുണ്ട്. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, വിശദാംശങ്ങൾ. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ആന നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഈ ആന വൈകിട്ട് തീറ്റ തേടി ഈ വില്ലേജ് ഓഫീസിനോട് ചേർന്നും ഒപ്പം തന്നെ ഈ തൊഴിലാളികളുടെ പാടിക്കരികിലുമാണ് ആന എത്തിയിരുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ കാട് കയറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ ആന കുറെ ആഴ്ചകളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതേ തുടർന്ന് ഈ ആന ഇറങ്ങാതിരിക്കാൻ ശക്തമായ നടപടി ഉണ്ടാകണം, ഒപ്പം തന്നെ ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ കർശനമായി തന്നെ നടപ്പാക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും ഇന്ന് ഈ ചില്ലിക്കൊമ്പൻ എത്തിയതിന്റെ ഉടൻ തന്നെ വനംവകുപ്പ് എത്തി തുരത്തിയോട് കൂടി വലിയ അപകടങ്ങൾ ഒഴിവായിട്ടുണ്ട്. ആന മറ്റ് അക്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇനി മേഖലയിൽ, ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്നത് തടയാൻ വേണ്ടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.